ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് മോഡൽ എക്സാം തുടങ്ങിയല്ലോ. അപ്പോൾ എല്ലാവർക്കും എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു. താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ എക്സ്പീരിയൻസും നിങ്ങൾക്കുണ്ടായ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. മീൻസ് എന്താണ് എനിക്ക് ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ എക്സാം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സി എസ് കാർക്ക് ഞങ്ങൾക്ക് 2 എക്സാം ഉണ്ടായിരുന്നു. ഫിസിക്സും കമ്പ്യൂട്ടറും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഫിസിക്സ് എക്സാം ഞാൻ വരാം. ഞാൻ 12 ചാപ്റ്റർ പഠിക്കാൻ വന്നിട്ട് പഠിച്ചത് ഏകദേശം 8-9 അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വന്നത്. അല്ല എക്സാം ഈസി ആയിരുന്നു. കാരണം ആ ലാസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോയിരുന്നെങ്കിൽ നല്ല സ്കോർ മേടിക്കായിരുന്നു എക്സാമിന്. അതെനിക്കൊരു റിഗ്രറ്റ് ആയിട്ട് തോന്നി. കാരണം പഠിക്കണമായിരുന്നു എന്ന് തോന്നി. ഇന്നലെ സത്യത്തിൽ ഞാൻ എക്സാം ആണ്. ന്യൂമറിക്കൽസ് വലിയ കുഴപ്പമില്ലായിരുന്നു. തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എക്സാം ഈസി. ന്യൂമറിക്കൽസ് വലിയ കുഴപ്പമില്ല. കൂടുതൽ ചോദിച്ചില്ല. ഡെറിവേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. വെയിറ്റേജ് പറഞ്ഞ പോലെ തന്നെ എല്ലാം അത്യാവശ്യം ഫിസിക്സ് എക്സാം ഈസി ആയിരുന്നു. ഈസി എന്ന് വെച്ചാൽ നമുക്ക് ഈ ലെവലിലാണ് എക്സാം പബ്ലിക് എക്സാമിന് വരുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനി നമ്മൾ ഇത് വെച്ച് തന്നെ ഇവിടെ വെച്ച് തന്നെ നിർത്തരുത്. ഇതിൻ്റെ അപ്പർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. എനിക്കൊരു കാര്യം മനസ്സിലായി, കുറച്ചുകൂടെ സ്പീഡ് ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ചില ചാപ്റ്റേഴ്സിൽ ഞാൻ സ്റ്റക്ക് ആവുന്നുണ്ട്, ചില ചാപ്റ്റേഴ്സിൽ ന്യൂമറിക്കൽസ് ചെയ്യുന്നില്ല. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കെമിസ്ട്രി ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ ഇച്ചിരി സീനായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു മിക്ക ചില ചാപ്റ്റേഴ്സിലെ ന്യൂമറിക്കൽസ് ഞാൻ കുറച്ച് ട്രിക്കി ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ചിലതൊന്നും ചെയ്യാതൊക്കെ പോയി. അതുകൊണ്ടൊരു ചെറിയ പ്രശ്നമായിരുന്നു. അപ്പം എനിക്ക് എക്സാം ഈസി എന്നല്ല, ഒരു ആവറേജ് കുഴപ്പമില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ പേഴ്സണലി, കാരണം ഞാൻ പഠിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ കുറച്ച് ചാപ്റ്റർ സ്കിപ്പ് ചെയ്തു. അതുകൊണ്ടൊക്കെ കാരണം എനിക്ക് എക്സാം കുറച്ച് ആവറേജ് എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് പേഴ്സണലി. പക്ഷേ ഓവറോൾ എടുക്കുകയാണെങ്കിൽ എക്സാം ഈസിയാണ് പഠിച്ച കുട്ടികൾക്ക്. അധികം വെള്ളം കുടിപ്പിച്ചില്ല ഫിസിക്സ് എക്സാം. അപ്പം ഫിസിക്സ് എക്സാം ഇതുപോലെ പബ്ലിക് എക്സാം ആവുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് മാത്സിൽ തന്ന പണി പോലെ ഇതിനകത്ത് വരുമെന്ന് എനിക്ക് അറിയില്ല. സോ നമുക്ക് റിസ്ക് എടുക്കണ്ട. ഫിസിക്സ് ഇതിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഞാൻ ലൈവോ ഇന്നലെ ഒന്നും കണ്ടില്ല. ഓക്കെ, അപ്പം ഇന്നലെ ലൈവോ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള കാര്യം ഞാൻ ഇന്നലെയാണ് ഓർത്തത്. കമ്പ്യൂട്ടർ തൊട്ടിട്ടില്ലായിരുന്നു. കമ്പ്യൂട്ടർ തൊട്ടില്ലെന്ന് മാത്രമല്ല, പിന്നെ എനിക്ക് ടെൻഷൻ കൂടി. കാരണം ഞാൻ ഇന്നലെ താമസിച്ചായി. ഞാനെങ്ങനെ താമസിച്ചായിട്ട് അപ്പം ഫിസിക്സ് റിവിഷൻ ചെയ്തില്ല ഇന്നലെ. ഫിസിക്സ് എക്സാം ഞാൻ പഠിച്ച സാധനം പോലും റിവിഷൻ ചെയ്തില്ല. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. കമ്പ്യൂട്ടർ പഠിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും ഞാൻ പഠിച്ചുമില്ല. ടെൻഷൻ അടിച്ച് കമ്പ്യൂട്ടർ ആയിരുന്നു കാരണം കമ്പ്യൂട്ടർ ഇല്ലാണ്ടെങ്കിൽ എക്സാം എനിക്ക് സുഖമായിട്ട് എഴുതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ നിങ്ങൾക്കറിയാം, തിയറി എന്ന് പറഞ്ഞ സമയത്ത് വായിച്ച് ഇതിനിടയ്ക്ക് ഫിസിക്സ് പഠിക്കാൻ ഒന്നായി ചടപ്പ് കേസാണ്. കമ്പ്യൂട്ടർ എടുക്കുന്നതൊക്കെ അറിയാം. അപ്പം ഈ കമ്പ്യൂട്ടറിൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ പറയാം. കമ്പ്യൂട്ടർ എക്സാം ഞങ്ങൾക്ക് ഉച്ചകഴിഞ്ഞായിരുന്നു. കമ്പ്യൂട്ടർ എക്സാം ആയതുകൊണ്ട് കമ്പ്യൂട്ടർ ഞാൻ ഒന്നും പഠിക്കാതെ പോയി. രാവിലെ എണ്ണേക്കാന്നൊക്കെ വെച്ചിട്ട് അതൊന്നും നടന്നില്ല. കാരണം നമ്മൾ കുറേ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് മടി പിടിക്കും. അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചു. ഞാൻ മടി പിടിച്ചു, ഞാൻ പഠിച്ചില്ല. പിന്നെ കമ്പ്യൂട്ടർ എക്സാം ആയി. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് വരികയും 15 മിനിറ്റ് കൊണ്ട് സാധനം എഴുതി. ജയിക്കുമോ ഇല്ലയോ തോക്കുമോ എനിക്കറിയാം. കാരണം പൊട്ടുമോ എനിക്ക് തോന്നുന്നു. കമ്പ്യൂട്ടർ പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കമ്പ്യൂട്ടർ ജയിച്ചു, തോറ്റു. ആ ഒരു കേസിലാണ് ഇപ്പോൾ നിൽക്കുന്ന കമ്പ്യൂട്ടർ. അപ്പം കമ്പ്യൂട്ടറിൽ ഞാൻ വട്ടപൂജ്യമായിട്ട് എനിക്ക് തോന്നി. കമ്പ്യൂട്ടർ ഞങ്ങൾ മൊത്തത്തിലാണ്. കാരണം എല്ലാവരും ഫിസിക്സിൽ ടീച്ചർ ഫിസിക്സ് പഠിച്ചു തീർക്കണമെന്നുണ്ട്. കമ്പ്യൂട്ടർ ഗ്യാപ്പിലൊക്കെ ഫിസിക്സാണ് ഉള്ളു നോക്കി. കമ്പ്യൂട്ടറിന് ഗ്യാപ്പുള്ളതുകൊണ്ട് അങ്ങനെ. അപ്പം കമ്പ്യൂട്ടർ ആരും തൊടാൻ അപ്പം എല്ലാവരും ഞാൻ നോക്കുമ്പം 2 മണിയായി. ഞങ്ങൾക്ക് 1:30 എക്സാം തുടങ്ങി. 1:45 2 മണി 2:15 ഞാൻ എഴുതി കഴിഞ്ഞ് കിടന്നു.
2:15 കയറി കടന്നു. പിന്നെ എന്താ ഞാൻ കാണിക്കാന്ന് വെച്ചാൽ നോക്കുമ്പോൾ കൂട്ടത്തോടെ എല്ലാവരും നിരന്ന് കിടക്കുമായിരുന്നു ക്ലാസ്. പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി ഉള്ള +1 ഹിന്ദി ഇംഗ്ലീഷ് കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവർക്ക് അവർ കുറേ പേപ്പർ മേടിക്കുന്നു, അവർ മാത്രം പേപ്പർ മേടിക്കുന്നുള്ളൂ. ഞങ്ങൾ അഡീഷണൽ ഷീറ്റ് പോലും മേടിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ കാരണം സർക്കാരിന് നഷ്ടം പോലും ഞങ്ങൾ കൊടുക്കുന്നില്ല. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക, സർക്കാരിനല്ല സ്കൂളിന് ഒരു നഷ്ടം കൊടുക്കുന്നില്ല. പൈസ നമ്മൾ പേപ്പറൊക്കെ ലാവിഷായിട്ട് എടുക്കണം. പക്ഷേ മാക്സിമം പൊരിപ്പിച്ചൊക്കെ ഇതാ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ ഓർമ്മ വേണ്ട കമ്പ്യൂട്ടർ. സത്യം പറയണം, അവിടെ വായും വിളിച്ചിരിക്കുകയായിരുന്നു കമ്പ്യൂട്ടർ എക്സാമിന്. ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരുത്തിനെ അപ്പത്ത് കിടക്കാം. ഞങ്ങൾ രണ്ടാമത്തെ എത്ര ഞങ്ങളിങ്ങനെ ഈക്കാച്ച് കളിക്കുന്ന പോലായിരുന്നു. 1 അറിയത്തില്ല, 2 അറിയാം ഇല്ല, 3 അറിയാം ഇല്ല, 4 അറിയാം ഇല്ല, 5 അറിയാം ഇല്ല, അങ്ങനെ ആ ഒരു കേസിലായിരുന്നു. ആർക്കൊന്നും അറിയത്തില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഈ കമ്പ്യൂട്ടർ അങ്ങനെ ആദ്യമായിട്ട് നോക്കിയില്ല. പിന്നെ 2 മണിയപ്പോൾ കളി കയറി കിടന്നു. അപ്പോൾ ഒരുത്തൻ കിടക്കുമ്പോൾ ഒരുത്തൻ്റെ മുന്നിലേക്ക് നോക്കിയിട്ട് പേന ചവിട്ടും. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ നടന്നു. അലമ്പെല്ലാം പരിപാടി നടന്നു. അങ്ങനെ 1.5 മണിക്കൂർ ഉറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നു, പേപ്പർ കൊടുത്തു, തിരിച്ചിറങ്ങി. അപ്പം കമ്പ്യൂട്ടർ എക്സാം ഓവറോൾ 3 ഈസി ആയെന്ന് പറയാൻ നല്ല 3 ഈസി ആയി. അപ്പം കമ്പ്യൂട്ടർ പോയി. ഫിസിക്സ് വലിയ കുഴപ്പമില്ല. കമ്പ്യൂട്ടർ എനിക്ക് അറിയില്ല എന്ത് കാണിക്കുന്നു, പേപ്പർ എഴുതില്ലോ എന്ന് എനിക്കറിയത്തില്ല. പേപ്പർ തന്നാൽ എനിക്ക് സുഖമാണ്, സാറെന്നെ കൊല്ലി, അതെനിക്ക് ഉറപ്പാണ്. അപ്പം എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് ചെയ്യാട്ടോ. കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണെന്ന് തോന്നുന്നു കമ്പ്യൂട്ടർ, കാരണം എൻ്റെ ഡയറക്റ്റായിരുന്നു ചോദിച്ചത്. പ്രോഗ്രാമൊന്നും ഇവരോട് ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു എക്സാം. ഞാൻ പഠിച്ചൊന്നും ഇല്ലായിരുന്നു കമ്പ്യൂട്ടർ, ഈ കുഴപ്പപ്പാടായിരുന്നു. അപ്പോൾ എക്സാം കമൻറ്റ് ചെയ്യാട്ടോ. അപ്പം ബൈ.